നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റീഡിങ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ മറിക്കാൻ തക്ക ലൈഫ് ചേഞ്ചിങ് എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ, ഇതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കളേഴ്സ് എടുക്കാം. ആദ്യം കളർ എടുക്കട്ടെ. ഓക്കെ, ഞാൻ എടുത്തേക്കുന്നത് ബ്രൗൺ, പിങ്ക്, ഗ്രീൻ. റാൻഡം കളറാണിത്. ബ്രൗൺ, പിങ്ക്, ഗ്രീൻ. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ബ്രൗൺ സെലക്ട് ചെയ്തിട്ട് റീഡിങ്ങിലേക്കാണ് പോകുന്നത്. എന്ത് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ജൂലൈ 2024 31-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്? ഈ ടൈം ഫ്ലൂയിഡ് ആണെന്ന് പറയാം. ഒരിക്കലും ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ചില സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ആദ്യത്തെ. അപ്പോൾ എന്ത് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്, എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ഓറക്കിൾ മെസ്സേജ് നോക്കാം നിങ്ങൾക്ക് വേണ്ടി. ഇത് വളരെ ചെറിയ റീഡിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനൊന്നും പ്ലാൻ ചെയ്ത് റീഡിംഗ് എടുക്കാറില്ല. പോകുന്ന പോലെ പോകാനാണ് പതിവ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതും ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല എടുക്കുന്നതല്ല. ഇത് പോകുന്ന പോലെ റീഡിംഗ് പോകും കേട്ടോ. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് എന്താണ് ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ്? ഓക്കെ, ഒരു കാർഡാണ് തിരിഞ്ഞത്. ഇത് ദ ലോ ഓഫ് കർമ്മ, റീപ്പിംഗ് വാട്ട് യു സോ എന്ന് വെച്ചാൽ നമ്മൾ കർമ്മഫലം എന്ന് പറയില്ലേ, കർമ്മഫലം നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുക. നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യാൻ പറ്റില്ല. ഗോതമ്പ് കൊയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ആരോ വിതച്ചിട്ടുണ്ടായതിനിടെ ഗോതമ്പ് എന്ന് തമാശ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുക. എന്താണ് വിതയ്ക്കുക, അത് കൊയ്യും. അതെല്ലാ കാര്യത്തിലും അത് സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടണം. അത് സ്നേഹം നിസ്വാർത്ഥമായിരിക്കണം. എക്സ്പെക്റ്റേഷൻസ് ഇല്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് വിതച്ചതാണ് കൊയ്യുക, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത റീഡിംഗ് ഇതിലേക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാണ്. ഭവാനി, ഫോ എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾക്കൊരു ശത്രു എവിടെയോ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രു, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി ഗുണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടാകും. മനസ്സിലായോ? നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ആലോചിച്ച് എല്ലാ വശങ്ങളും നോക്കി കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പം വളരെ സ്ലോ ആയിട്ടാണ് മുമ്പോട്ട്. എന്ത് പ്രോജക്റ്റാണ്, എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യണമെന്നറിയില്ല. ഇതിലൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കാര്യമായിട്ട് ആലോചിച്ചാണ് മുമ്പോട്ട് പോകുന്നത്.
ഇതിൽ നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ ഉണ്ട്, നിങ്ങൾ ഭയങ്കര റെസ്പോൺസിബിൾ ആണ് ഈ കാര്യത്തിൽ. അതുപോലെ നിങ്ങളുടെ മാക്സിമം എഫിഷ്യൻസി ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതാണൊരു സിറ്റുവേഷൻ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്നോട് ഒരാൾ ക്ലാരിഫൈ കാർഡ്സ് എന്താ യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. ക്ലാരിഫിക്കേഷൻ വേണ്ട എന്ന സമയത്ത് എന്ന് വെച്ചാൽ എനിക്കൊരു കാർഡ് കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് റീഡിങ് വരുന്നുണ്ടെങ്കിൽ ഞാനത് ക്ലാരിഫൈ ചെയ്യാറില്ല. ചില കാർഡ്സിൻ്റെ വേറെ മീനിങ് ആയിരിക്കും, അപ്പോഴാണ് ക്ലാരിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ കാർഡ് അവിടെ വന്നത് എന്നെനിക്ക് മനസ്സിലാവാത്തപ്പോഴാണ്, ഒരു കൂടുതൽ ക്ലാരിറ്റി വേണം വരുമ്പോഴാണ് ഞാൻ ക്ലാരിറ്റി കാർഡ്സ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സും കൂടെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആയ ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് പ്രാക്ടിക്കലാണ്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബോറടിക്കും ഈ എനർജിക്ക്. നൈറ്റ് ഓഫ് കപ്സിന് പെട്ടെന്ന് ബോറടിക്കും. ഭയങ്കര എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ ഡ്രീമർ ആയിരിക്കും, എന്നുവെച്ചാൽ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരാൾ. മനസ്സിലാവുന്നുണ്ട്? എല്ലാം ശരിയാണ്, എല്ലാം നല്ലതാണ്. നമ്മളുടെ ഇമോഷൻസ് മറ്റുള്ളവരിൽ മിറർ ചെയ്ത് കാണുന്ന ഒരാൾ. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഒരു റിയൂണിയൻ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു റിയൂണിയൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ, അതിനകത്ത് നിങ്ങൾക്ക് പണ്ട് ക്രഷ് ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളിപ്പം വളരെ പ്രാക്ടിക്കലായ ഒരാളാണെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. ഒരു ടൈം പാസിന് ഒന്ന് മുട്ടി നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം ഇങ്ങനെയാണ്. പക്ഷേ ഒരു ടൈം പാസ്, ഓക്കെ, ഒരു റിയൂണിയനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഒരു യെസ് ഓർ നോ കാർഡാണ് നോക്കുന്നത്. ഇവിടെ യെസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. യെസ് കാർഡാണിത്, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ റിവേഴ്സും എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ റിവേഴ്സ് വരുമ്പോൾ പേഴ്സണൽ ഗോളാണ് ഇത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. ഇത് പേഴ്സണൽ ഗോളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഒരു പക്ഷെ നിങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗോൾ ഉണ്ട്. ഈ പേഴ്സണെ മീറ്റ് ചെയ്യണം എന്നതാണ് പേഴ്സണൽ ഗോള്. പറ്റുകയാണെങ്കിൽ ഒന്ന് റിലേഷൻഷിപ്പിലൊരു സിറ്റുവേഷനിലേക്ക് പോയാൽ കൊള്ളാം, ഒരു ടൈം പാസ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊരു ഇതെന്താവും എന്നൊരു ടെൻഷനും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആവില്ല, പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എക്സ്പീരിയൻസ് ആണിത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഇതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറാൻ വഴിയുണ്ട്. കാരണം ഇതൊരു ബേർഡൻ ആയിട്ട് വരും. ഇതൊരു ഇവിടെ സീക്രട്സ് ഒക്കെ വരും. പിന്നെ ഒരു ഹിഡൻ അജണ്ട ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഹിഡൻ അജണ്ട എന്ന് പറയുമ്പോൾ മറ്റേയാൾക്കൊരു ഹിഡൻ അജണ്ട ഉണ്ടാവും, നിങ്ങൾക്കില്ലെങ്കിലും. ചില സമയത്ത് നമ്മൾ സ്മാർട്ടാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മളോട് കൂടെ കളിക്കുന്നവർ അതിലും സ്മാർട്ടാണെന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാറില്ല. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 2 ഓഫ് വാണ്ട്സിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഇതൊരു അൺനോൺ, പക്ഷെ നിങ്ങൾ സേഫായിട്ട് ഒന്ന് ഗെയിം കളിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇലയ്ക്കും മുള്ളിലും കേടുണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതൊരു പ്രശ്നമായിട്ട് വരരുത്, മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇവിടെ ഒരു ഫാദർ, ഇതൊരു പ്ലെയർ എനർജിയാണ്, കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പം കുറച്ച് സെൽഫിഷായ എനർജിയാണ്. നമ്മൾ ഒരാളെ റിലേഷൻഷിപ്പിലേക്ക് തമാശയ്ക്ക് നമ്മൾ കയറുമ്പോൾ മറ്റേയാൾ കയറി സീരിയസ് ആയാൽ അവരുടെ സിറ്റുവേഷൻ എന്താകും എന്നൊരു ചിന്തയില്ല ഇവിടെ, മനസ്സിലായോ? നിങ്ങൾ ഒരു ടൈം പാസിന് കയറുമ്പോൾ ഈ ടൈം പാസ് അല്ലാതെ സീരിയസ് ആയിട്ട് നിങ്ങളെ ആ പേഴ്സൺ തിരിച്ച് സ്നേഹിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് സിറ്റുവേഷൻ വേണ്ട, മനസ്സിലാവണം നിങ്ങൾക്ക് ഈ സമയം, ഈ മീറ്റിങ്ങിൻ്റെ സമയം, ഈ ഗെറ്റ് ടുഗദറിൻ്റെ സമയത്ത് ഒരു എൻജോയ്മെൻറ്റ് അത്രയും നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ജൂലൈയിൽ ആർക്കൊക്കെയാണ് ഗെറ്റ് ടുഗദർ വരുന്നത്? അപ്പോൾ അവരിൽ ആരോ ആണിത്. അപ്പോൾ ഫാദർ ഓഫ് വാണ്ട്സ്,
ബ്രദർ എന്ന് പറഞ്ഞാൽ പ്ലെയർ എനർജിയാണ്. ഈ പേഴ്സൺ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് ഒരാളാണ്. എല്ലാത്തിലും മുമ്പിട്ട് നിൽക്കണം, എല്ലാ കാര്യത്തിലും ഞാൻ മുമ്പിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ എന്നാലും അതുകൊണ്ട് തന്നെ പ്ലേയിങ് ഇറ്റ് സേഫ്. അപ്പോൾ ഓൾറെഡി ഒരു ഫാമിലി ഉള്ള ആളാണ്. കുറേ കാര്യങ്ങൾ അറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത് വെച്ചാൽ നഷ്ടപ്പെടാൻ കുറേ കാര്യങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പ്ലേയിങ് ഇറ്റ് സേഫ് എന്ന് വെച്ചാൽ സേഫായിട്ട് കളിക്കാൻ ഒരു പ്ലാൻ കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ലൈഫ് ചേഞ്ചിങ് ആവാൻ പോകുന്ന കാര്യം എന്താണ്? 3 of wands ഉണ്ട്, 10 of wands ഉണ്ട്. 10 of wands ആണ് ഭയങ്കര ഒരു ബേർഡൻ, റെസ്പോൺസിബിലിറ്റി, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വന്ന് കയറാൻ പോവാണ് നിങ്ങളുടെ മുതുകത്ത്. ജൂലൈ 2024 നിങ്ങളുടെ മുതുകത്ത് വലിയൊരു റെസ്പോൺസിബിലിറ്റി വന്ന് കയറും. ഇത് 9 of cups എന്ന് പറഞ്ഞാൽ 9 of cups എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഇൻഡൾജൻസ് ആണ്. നിങ്ങൾ ഇതിനകത്ത് കയറി എന്താ പറയുക, ഒരു കൺട്രോൾ ഇല്ലാണ്ട് പെരുമാറും ഈ സിറ്റുവേഷനിൽ, മനസ്സിലായി? എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകും ഇവിടെ 8 of cups. പക്ഷെ നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അതൊരു ബേർഡനായിട്ട് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ. ഇവിടെ 9 of cups നിന്ന് 10 of wandsലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ 8 of cups നിന്ന് 9 of cupsലേക്ക് പോകും. 9 of cups നിന്ന് 10 of wandsലേക്കാണ് പോണത്. ഇവിടെ ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ കയറുന്ന കാര്യം നിങ്ങൾക്കൊരു ബേർഡനായിട്ട് മാറും. നിങ്ങൾ തമാശയ്ക്കാണ് ഇതിലേക്ക് പോകുന്നത്, പക്ഷേ ഇതൊരു തലവേദനയായിട്ട് മാറാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് സിറ്റുവേഷനിൽ. എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത്. പക്ഷേ അതൊരു 9 of cupsലേക്ക് ഒരു ഫുൾഫിൽമെൻറ്റ്, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിലേക്ക് വരും അത്. പിന്നെ അതൊരു വലിയ ബേർഡനായിട്ട് മാറാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ തമാശയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം വളരെ തലവേദനയായിട്ട് മാറാൻ പോകുന്നുണ്ട് ആർക്കോ ഒരാൾക്ക്. അതുകൊണ്ടാണ് കർമ്മഫലം എന്ന് വരുന്നത് ഇവിടെ, സ്വന്തം കർമ്മം കൊണ്ട് കിട്ടുന്ന ഫലം. ഓക്കെ, ഇവിടെ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഹിഡൻ അജണ്ട, നിങ്ങൾ ഇതിനകത്ത് കുറച്ച് ഉഴപ്പാന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് എന്താണ് അവരുടെ അജണ്ട എന്താണെന്ന് നമുക്ക് അറിയില്ല. അവർക്ക് എന്തോ ഒരു സീക്രട്ട് അജണ്ട ഉണ്ട്. അപ്പോൾ ഇവിടെ പാഷൻ ഡെവലപ്പ് ചെയ്യും. അത് നിങ്ങളുടെ കൺട്രോളിൽ. ഹിഡൻ അജണ്ട ചിലപ്പോൾ ഈ ഹിഡൻ അജണ്ട ഇത് യൂണിവേഴ്സിൻ്റെ അജണ്ട, കാരണം കർമ്മഫലമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ തമാശയ്ക്ക് കയറുമ്പോൾ ഇവിടെ പാഷൻ തീ പിടിക്കാൻ പോവുകയാണ്, മനസ്സിലായി? ചാരിയറ്റാണ്, കൈവിട്ട കളിയായി പോകും. നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കില്ലത്, മനസ്സിലായി? നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് കൈവിട്ട് പോകും കാര്യം. ഭയങ്കര തീ പിടിച്ച പോലെയാവും ഇവിടെ, കെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. തമാശയ്ക്ക് തുടങ്ങുന്ന ഒരു കാര്യം ഇതൊരു ഹോളിഡേ റൊമാൻസും കൂടിയാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ 7 of Pentacles കാണിക്കുന്നുണ്ട്. ഇതൊരു ലോങ് ടേം പ്ലാനാണ്. നിങ്ങൾ ഓക്കെ, ഈ 1 night stand എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ യാത്ര പോകുമ്പോൾ, നമ്മളെന്ന് പറഞ്ഞാൽ ചിലർ യാത്ര പോകുമ്പോൾ അതൊക്കെ ഡേഞ്ചറസ് ആണ്. പക്ഷെ എന്നാലും ചിലർ യാത്ര പോകുമ്പോൾ നമ്മൾ കൂടുതലും ഫോറിൻ ഫിലിംസിലൊക്കെയാണ് കാണുക. ഫോറിൻ സ്റ്റേ നമ്മളുടെ ഇവിടെ അത് വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ചും കൂടെ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഭയങ്കര എക്സ്പോഷർ കൂടിയതുകൊണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേക്കും ഒരു പബ്ബിൽ വെച്ചിട്ട് ആരെയോ മീറ്റ് ചെയ്യുന്നു, പിന്നെ അവരായിട്ട് ഒരു രാത്രി സ്പെൻഡ് ചെയ്യുന്നു, രാവിലെ രണ്ടുപേരും 2 വഴിക്ക് പോകുന്നു. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടും ആവാം ഈ സിറ്റുവേഷൻ. പക്ഷേ ഇവിടെ ഈ ഒരു കുറച്ച് മീൻസ് ഒരു ദിവസത്തെ കാര്യം, പക്ഷേ ഇത് ജീവിതം മുഴുവനും പ്രശ്നമാകാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. സ്റ്റാർ കാർഡ്, മനസ്സിലായി? ഇവിടെ നിങ്ങൾക്കതൊരു ഹോപ്പായിട്ട് മാറും. പിന്നെയും ഇവരെ കാണാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവുകയാണ് കേട്ടോ. ഇതൊരു ലോങ് ടേം പ്ലാനായിട്ട് വരും. ഇവിടെ പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും, ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അവിടെ. അതാണ് രസം. എവിടെ നിന്ന് വരുന്നതാണ് ഇവർ, ആരാണ് ഇവർ, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. പരിചയപ്പെട്ടു, ചിലപ്പോൾ പബ്ബിൽ വെച്ച് മീറ്റ് ചെയ്തു, അത് മീൻസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ നിങ്ങൾ ഹുക്ഡ് ആവും ഇതിലേക്ക്, ഈ റിലേഷൻഷിപ്പിലേക്ക് ഹുക്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് വിട്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങിലേക്ക് പോകും. എന്തായാലും ഇവിടെ സ്റ്റാർ കാർഡ് കാണുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. നെഗറ്റീവിലേക്ക് പോകണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവ് മീൻസ് ഇത് ഒരു ടൈം പാസ് എന്ന് വിചാരിച്ച് തുടങ്ങുമ്പോൾ, പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫ് ലോങ് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറാൻ പോകുന്നുണ്ട്. ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ജൂലൈ 2024 ഈ ഒരു സിറ്റുവേഷൻ ആർക്കോ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ്, എന്താണ് ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള ഗൈഡൻസ്?
ഇവിടെ ലൈഫ് ചേഞ്ചിങ് ആവണം എന്ന് വിചാരിക്കുക വേണ്ട എന്നാണ്. യെസ് കാർഡ് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. വേണ്ട എന്ന് വിചാരിച്ച് ഇതൊരു സീക്രട്ട് നിങ്ങൾ തന്നെ വിചാരിക്കുകയാണ് വേണ്ട, ഇത് ഒരു സമയം പോക്കാണ് നിങ്ങൾ വെച്ച്. പക്ഷേ ഇതൊരു ലൈഫ് ചേഞ്ചിങ് പ്രോസസ്സാണ്. ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സും പേജ് ഓഫ് സ്വാർഡ്സും ഈ ഇത് തന്നെ പിന്നെയും വന്നിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലെയർ എനർജി കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പണി കിട്ടാൻ പോകുന്നത്. ഇതൊരു പണിയാണോ, ഇത് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങളുടെ ആ ഒരു പ്ലെയർ എനർജി എന്ന് വെച്ചാൽ, ഒരു സിനിമയിൽ, ഒരു ഹിന്ദി സിനിമയിൽ അവർ പറയും എപ്പോഴും ദാൽ ചാവൽ എന്ന് വെച്ചാൽ ചോറും പരിപ്പേറിയും കഴിച്ച് ഇടയ്ക്കൊരു ബിരിയാണി കഴിക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ബിരിയാണി കഴിച്ചു വരുമ്പോൾ അത് തൊണ്ടയിലാണ് കുടുങ്ങാനുള്ള, എല്ല് കുടുങ്ങാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഒരു ഓഫർ, നിങ്ങളൊരു ഓഫർ കൊടുക്കും അവർക്ക് കേട്ടോ. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓഫർ കൊടുക്കും, അതാണ് നിങ്ങളുടെ ഗൈഡൻസ്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ടോ, തിരിച്ച് നിങ്ങൾ അതിലേക്ക് പോകാൻ നോക്കും. പ്ലാനിങ്, ഈ സിറ്റുവേഷൻ നിങ്ങൾ പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോകണം. നിങ്ങളുടെ നാച്ചുറൽ സ്വഭാവത്തിൽ നിൽക്കുക. നിങ്ങൾ ഈ പ്ലെയർ സ്വഭാവം മാറ്റിക്കളയുക. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സിറ്റുവേഷനിലേക്ക് വരുംവരായികളെ കുറിച്ചിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടെ മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇതൊരു പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓഫർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എനർജിയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മുമ്പോട്ടുള്ള ജീവിതം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നതിലാണ് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ നിൽക്കുക. വളരെ സീരിയസ് ആയ കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് ഓരോ കാൽവയ്പും മുമ്പോട്ട് വെക്കുന്ന പോലെ ആ സിറ്റുവേഷൻ വരെ വളരെ പ്ലാനിങ്ങോട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പം കാണാം എന്നതിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. അതാണ് നിങ്ങളുടെ ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രൗണിൻ്റെ റീഡിങ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio. Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Virgo, Pisces, Taurus, Virgo, Capricorn. ഇതാണ് സോഡിയാക് സൈൻസ് കണ്ടത്. അപ്പോൾ കർമ്മഫലം ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യുക, കാരണം തിരിച്ചടിക്കാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മളിനി പിങ്ക് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. പിങ്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് അപ്പോൾ പിങ്ക് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്, അവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ത് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് ജൂലൈ 2024 ഇവർക്ക് വരാൻ പോകുന്നത്? ഭഗവാനെ, സ്നേക്ക് ആണ് വന്നിരിക്കുന്നത്, സർപ്പം. പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. അപ്പോൾ ത്രോട്ട് ചക്രയാണ് എല്ലാം പ്യൂരിഫൈ ചെയ്യുന്നത്. നല്ല എനർജിയിലാണെങ്കിൽ, അത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ പണിയാവും. അങ്ങനെയാണ് നമുക്ക് എനർജി, നെഗറ്റീവ് എനർജി ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബി മൈൻഡ്ഫുൾ ആൻഡ് അറ്റൻറ്റീവ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. അപ്പം നമ്മളുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. കാരണം അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ട്, നമ്മൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ജിപ്സി ഓറക്കിൾ കാർഡാണ് നോക്കാൻ പോകുന്നത്. ഭഗവാനെ, അപ്പോൾ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണിക്കും, അത് നമ്മൾ പ്യൂരിഫൈ ചെയ്യണം, എനർജി ബ്ലോക്ക് മാറ്റണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ മൊത്തമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ്.
ചില സമയത്ത് കാർഡ് റീഡിങ്ങിൽ എനിക്ക് ശ്വാസം ബ്ലോക്ക് ആവണ പോലെ തോന്നും. ഓക്കെ, ലോഡാണ്. ലോഡ് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്തോ ഒരു ലോഡിനെ കാണിക്കുന്നുണ്ട്. ലാൻഡ് ലോഡ് ആവാം. ഇത് പണ്ടത്തെ ആ ഒരു ടിപ്പിക്കൽ കാർഡാണ്. ജന്മിത്വം ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഇംഗ്ലീഷുകാരുടെ കാർഡാണ്, ജിപ്സികളുടെ. അപ്പോൾ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാടക വീട്ടുടമസ്ഥൻ അങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ മാസം തുടങ്ങിയില്ലേ, വാടകയുടെ വല്ല പ്രശ്നമുണ്ടോ? ഓക്കെ, അതായിരിക്കാം. എന്തായാലും നമുക്ക് നിങ്ങൾ ഇപ്പോൾ എന്ത് എനർജിയിലാണെന്ന് നോക്കാം. The Fool, 7 of Cups. ഓക്കെ, ഫൂളും 7 of Cupsഉം വരുമ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഒരാൾ നിങ്ങളെ ഫൂളാക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏത് കാര്യം സെലക്ട് ചെയ്യണം അതനുസരിച്ച് നിങ്ങൾ ഏതോ ഒരു കാര്യം സെലക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്, മറ്റുള്ളവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണ്. ഒരു പുതിയ ബിഗിനിങ്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം നിങ്ങൾ കേട്ടോ. ഇതാണ് നിങ്ങളുടെ എനർജി. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഫൂൾ കാർഡ് വന്നിരിക്കുന്നത്? ഫൂൾ എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ്സ് ആണ്, പിന്നെ ഇന്നസെൻസ് ആണ്. എന്നുവെച്ചാൽ ഒരു എടുത്തുചാട്ടമുള്ളൊരു എനർജി. കുട്ടികൾ അങ്ങനെയാണല്ലോ, കുട്ടികൾക്ക് വരായികയില്ല, അറിയില്ല. അപ്പോൾ എന്ത് കാര്യത്തിലേക്കും എടുത്തു ചാടും, മനസ്സിലായി. മറ്റുള്ളവർ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയാലും നിൽക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ അഡ്വെഞ്ചറിലേക്ക് എടുത്തു ചാടുക ഉറക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ 7 of Cups ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ 9 of Cups ആണ് കാണിക്കുന്നത്. 9 of Cups എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ, മനസ്സിലായോ? എന്നുവെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിങ്ങളത് മാക്സിമം എൻജോയ് ചെയ്യാനാണ് നോക്കുന്നത്. ജൂലൈ 2024 റീഡിംഗ് ആണിത്. എന്ത് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ഒരു 5 of Cups വേർഡ്സ് കാണിക്കുന്നുണ്ട്. 5 of Swords എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിംസ് ചില സമയത്ത്, അതല്ലെങ്കിൽ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ട് എനിക്ക് മുമ്പിൽ നിൽക്കണം, അതിന് മറ്റുള്ളവരാരും എൻ്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്നൊരു. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ളവർ അത് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ ഫേമസ് ആയി കഴിയുമ്പോൾ മറ്റുള്ളവരെ ആരെയും വളരാൻ സമ്മതിക്കില്ല, അവരെയൊക്കെ അടിച്ചു താഴ്ത്തും, അവരുടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് തട്ടിത്തെറിപ്പിക്കും, അങ്ങനത്തെ ചില സ്വഭാവങ്ങൾ. അപ്പോൾ അതുപോലത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റുള്ളവരൊന്നും കയറണ്ട, ഞാൻ മുമ്പോട്ട് കയറും എന്ന് കാണിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നത്. എനിക്ക് മുമ്പിലെത്തണം, മനസ്സിലായി. അപ്പോൾ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണോ? കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള എനർജിയാണ്. ഇവിടെ മദർ ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട്. മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗാർഡഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് കോൾഡ് ഹാർട്ടഡ് ആണ്, പക്ഷേ സത്യം മുഖത്ത് നോക്കി പറയുന്ന ഒരു എനർജിയാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ വെട്ടൊന്ന് മുറി രണ്ട്, ഇതാണ്. അവർക്ക് ഇടം വലം നോക്കില്ല, നേരെ വാ നേരെ പോ, ആ ഒരു സ്വഭാവമാണ്. അപ്പോൾ ചില സമയത്ത് അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും, അവരുടെ വാക്കുകൾ. അവർക്ക് മറ്റുള്ളവരുടെ മുഖം നോക്കാതെ നടുപെടുക്കുക, അതാണ് ഈ ക്യാരക്ടർ. അപ്പോൾ 7 of Cups എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ്, ചോയ്സസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ 8 of Pentacles കാണിക്കുന്നത്. 8 of Pentacles എന്ന് ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഒരു കരിയർ ബേസ്ഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടാൻ പോകുന്നുണ്ട്. ആ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചിലരങ്ങനെയല്ലോ, മറ്റുള്ളവരെ തട്ടിത്തെറിപ്പിച്ച് അവരുടെ പ്രോഗ്രസ് നിർത്തിക്കളഞ്ഞിട്ട് എനിക്ക് മുമ്പിൽ നിൽക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം. എന്തായാലും നിങ്ങളുടെ കഴിവുകളെല്ലാം തടസ്സപ്പെടുത്തി, നിങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തി, നിങ്ങളുടെ കഴിവുകൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആരോ ഒരാൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ജോലി സംബന്ധമായ എന്തോ കാര്യമാണ്. ചോയ്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം ഇവിടെ ചോയ്സസ് ഉണ്ടെന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ ചോയ്സ് ഉണ്ടാവണമില്ലേ,
ഉണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഇവർ മുമ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡേ ഡ്രീമിംഗ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു ചോയ്സ്. അപ്പോൾ നിങ്ങൾ ഇതിന് പുറകെ പെർസ്യൂട്ട് ചെയ്ത് നിങ്ങളപ്പോൾ ചിന്തിക്കാതെയാണ് ഓരോ കാര്യത്തിന് മുമ്പിട്ട് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു റിസ്ക് ടേക്കിംഗ് ആണ് കാണിക്കുന്നത്, മനസ്സിലായി? മറ്റുള്ളവർ നിങ്ങളെ ബ്ലോക്ക് മീൻസ് വേണ്ട ചെയ്യണ്ട എന്ന് പറയും. ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അത് ശരിയാവില്ല എന്ന് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു ചാടാൻ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ എടുത്തു ചാടാൻ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇനി നമുക്ക് നോക്കാം നിങ്ങൾക്ക് ജൂലൈ 2024 എന്തെങ്കിലും ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് വരുന്നുണ്ടോ എന്ന് നോക്കാം. വരുന്നുണ്ടാവണം, അതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ ചൂസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇവിടെ യെസ് എംപററും കാണിക്കുന്നുണ്ട്, ഒരു 4 of Cups കാണിക്കുന്നുണ്ട്. 4 of Cups മേ ബി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ വരും. ചിലർക്ക് വരും എന്തായാലും, ചിലർക്ക് ചിലപ്പോൾ വരാം എന്നാണ് പറയുന്നത്. രണ്ടും 4 ആണ്, സ്റ്റെബിലിറ്റിയാണ്. രണ്ടും നമ്പർ 4 ആണ്, സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊരു എംപറർ എന്ന് പറയുന്ന ഒരു ഫാദർ ഫിഗറാണ്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ, ഫാദർ ഇൻ ലോ, എൽഡർ ബ്രദർ, അങ്ങനെയൊക്കെ ആവാം. ചക്രവർത്തിയാണത്, ഭരിക്കുന്ന ആളാണ്, മനസ്സിലായോ? ഈ പേഴ്സൺ കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങളത് ഒരു ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ വഴി, മുമ്പോട്ടുള്ള വഴി, നിങ്ങൾക്ക് ഇവർ ഓപ്ഷൻ, ചിലപ്പോൾ നിങ്ങളൊരു കുട്ടിയായിരിക്കാം, ചിലപ്പോൾ ജോലി പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ആളായിരിക്കാം, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളോട് പറയുന്നത് ചെയ്യണ്ട, നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ അഡ്വൈസ് എടുക്കുന്നില്ല, നിങ്ങൾ വാശിപ്പുറത്താണ്. നോക്ക്, ഫുഡ് പോലും കഴിക്കാതെ കയ്യും കെട്ടിയിരുന്ന് കാര്യം നടത്തിയെടുക്കാനുള്ള ഒരു ചാൻസിലാണ്. അപ്പോൾ ആരോ എന്തോ കോഴ്സിന് ചേരാനാണോ, പുറത്തേക്ക് എബ്രോഡ് പോകാനാണോ, ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണോ ആരോ വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് പോയാൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്ന ആരോ പ്രായമുള്ള ഒരാൾ അത് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പോകുന്നുണ്ട്. ഇതാരാണ് എംപറർ? നിങ്ങളുടെ സൂപ്പർ മാനേജറാണോ? മാനേജ്മെൻറ്റിലെ MD ആരെങ്കിലും ആണോ? ആർട്സൊക്കെ തെറിച്ച് പോകുന്നു. എംപററിനെ ക്ലാരിഫൈ ചെയ്യുന്നത് എംപ്രസ് റിവേഴ്സാണ്. ഗ്രോത്ത് ഇല്ല, അങ്ങോട്ട് പോയാൽ ഗ്രോത്ത് ഇല്ല, അവിടെ ഓപ്ഷൻ ഇല്ല. 4 of Pentacles റിവേഴ്സാണ് വരുന്നത്. അവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, അവിടെ ഹാപ്പിനെസ് ഇല്ല, അതുകൊണ്ട് നീ പോകണ്ട എന്നാരോ നിങ്ങളോട് ശാഠ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേർഡനായിട്ട് മാറുമെന്ന് നിങ്ങളോട് ആരോ പറയുന്നു. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ അത് ചെയ്യണ്ടെന്ന് നിങ്ങളോട് ആരോ പറയുന്നുണ്ട്. എന്താണ് ജൂലൈ 2024 നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് വരാൻ പോകുന്നത്? വരുമെന്നത് ഷുവറാണ്. എന്താണ് വരാൻ പോകുന്നത്? 9 of Cups പിന്നെയും വരുന്നത്. നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാനാണ് പോകുന്നത്. ഒരു ഡബിൾ എനർജി കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ ടൂർ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇപ്പോൾ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അടിപിടിയിലാണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാൻ പോകുന്നുണ്ടോ? ഇത് അമ്മയും അച്ഛനും ആണോ? ഇവരെല്ലാം എതിർക്കുന്നുണ്ട് നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടായിരിക്കും. നിങ്ങൾ മെച്യൂർഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റലിജൻസ് കൂടുതലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ കൺട്രോൾ ഇല്ല. അവസാനം അടിയാവും, ബഹളമാകും. ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അവസാനം അത് അടിയിൽ കലാശിക്കും. 2024 ജൂലൈ 2024 നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സിൻ്റെ കൂടെ വെള്ളം അടിക്കാൻ പ്ലാൻ, എന്തെങ്കിലും ആരുടെയും കല്യാണം എന്തെങ്കിലും വരുന്നുണ്ടോ? ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ഡെവിളാണ് കൺട്രോൾ ചെയ്യുന്നത്, കണ്ടോ? അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെ ചിലപ്പം ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടാവാം, അടി, വഴക്ക്, കത്തിക്കുത്ത്, ഇതൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ മിക്കവാറും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളോടി ഉണ്ടാവും, നടക്കും ജൂലൈ 2020 ഈ വർഷം, ഈ മാസം. ഇനി 31-ാം തീയതിക്കുള്ളിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ള ചോരത്തിളപ്പുള്ള കുറച്ച് പേരാണ് ഇതിനകത്ത് പോകുന്നത്.
അപ്പോൾ ഇത് ശരിക്കും ഒരു നല്ലൊരു എൻജോയ്മെൻറ്റിൻ്റെ കാര്യമില്ല. പല പ്ലാനുകളായിട്ടാണ് ഇവിടെ ആൾക്കാർ വരാൻ പോകുന്നത്. അവസാനം ഇതൊരു പണിയാവുന്നുണ്ട്, മനസ്സിലായി. കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇതൊരു വലിയ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് ചെലുത്താനാണ് ഇത്, മനസ്സിലായി. നെഗറ്റീവ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അവസാനം ഇത് കിടപ്പ് രോഗിയായി മാറുന്ന ആരോ ഒരാൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാവും, ഫ്രണ്ട്സ് തമ്മിൽ എനിമീസ് ആയി മാറും ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആരോ നിങ്ങളുടെ ഫാമിലിയിലെ ആളുകൾ നിങ്ങളെ പോകാതിരിക്കാനുള്ള മാക്സിമം, പക്ഷെ നിങ്ങൾക്ക് പോകണം. അവിടെ ഫ്രീ ആയിട്ട് ലിക്കർ ഉണ്ടാവും, അവിടെ അതുണ്ടാവും, ഈ ഫ്രണ്ട് വരും ആ ഫ്രണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾ പോകണ്ടെന്ന് പറയുന്നുണ്ട്. അവരിതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ വാശി പിടിച്ച് പോവുകയാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ മാസം ഇതാണ് നടക്കാൻ പോകുന്നത്. എല്ലാം നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഒരു ഫ്രണ്ട്സ് റിയൂണിയൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷെ അത് പ്രശ്നത്തിൽ ചിലരത് കണ്ടിട്ടില്ലേ, നമ്മൾ ഇപ്പോൾ ഈ ഓഫീസ് പാർട്ടീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഉയർന്ന മാനേജ്മെൻ്റ് എല്ലാം ഉണ്ടാവും. അവിടെ വെച്ച് നമ്മളെല്ലാം ജഡ്ജ് ചെയ്യും ഇവരെങ്ങനെയാണ് പെരുമാറുന്ന പബ്ലിക്കിൽ. കാരണം നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് കയറുമ്പോൾ നമ്മളുടെ കമ്പനിയെ പ്രതിനിധാനം ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും സാധാരണ എംപ്ലോയി അല്ല, നമ്മൾ കമ്പനിയുടെ ഒരു മുഖമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പബ്ലിക്കിൽ ബിഹേവ് ചെയ്യുന്നത്, നമുക്ക് നമ്മളുടെ കൺട്രോൾ ഉണ്ടോ എന്നൊക്കെ അവർ നോക്കും. അപ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ, ചിലർ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബോധമില്ല, പെണ്ണായാലും ആണായാലും വെള്ളം അടിച്ചു കഴിഞ്ഞ് പിന്നെ ഭയങ്കര ബഹളമാണ്. ഒരു ബോധവും ഇല്ലാതെ എന്താ വായിന്ന് വരുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് ഇതൊന്നും അറിയില്ല. ചിലർ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിക്കുന്നു, ആൾക്കാരോട് വെറുതെ അവിടെ നിൽക്കുന്ന ആളുകളോട് ബഹളം അങ്ങനത്തെയൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഗ്രോത്ത് ചിലപ്പോൾ കമ്പനിയിൽ മുമ്പോട്ടുള്ള ഗ്രോത്തിന് നിങ്ങൾക്ക് പണിയുണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഇതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടും. ആരൊക്കെയാണ് പോകണമെന്ന് എനിക്കറിയില്ല, എന്തായാലും അപ്പോൾ അതുകൊണ്ടാണ് ത്രോട്ട് ചക്ര, സംസാരം പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ലോർഡ് മാനേജ്മെൻ്റ് ആണ്, ഹയർ അതോറിറ്റി, ഇവരെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ശ്രദ്ധിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണം. ഇതൊരു അടിപിടിയിൽ കലാശിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടുകാർ പറയുന്ന പോലെ ഒന്നില്ലെങ്കിലും നമുക്ക് എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇത്രയും കാർഡ് കൊടുക്കാൻ പറ്റില്ല പ്ലീസ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഓക്കെ, ജസ്റ്റിസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇതൊരു വലിയൊരു കേസാവാൻ, കോർട്ട് കേസിലൊക്കെ പോകാനും ഒക്കെ പ്രശ്നമാവാനും, കോടതികൾ കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതൊന്നും നമുക്ക് കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ ജസ്റ്റിസ് നടക്കുന്നത്? ഡിസോണസ്റ്റി, പണിഷ്മെൻറ്റ്, ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്കിവിടെ. വലിയൊരു ടവർ മൊമെൻ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പേജ് ഓഫ് കപ്സ് കാണിക്കുന്നത്, പേജ് ഓഫ് കപ്സ് ഇമ്മച്യൂരിറ്റി ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇമ്മച്യൂർ ബിഹേവിയർ കൊണ്ട് വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടാവും. അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല, കാരണം കൈവിട്ട കളിയായിരിക്കും. ഇത് ഒരു ജസ്റ്റിസ് ലീഗൽ ഇതിലേക്ക് പോകാൻ വഴിയുണ്ട്. കോടതി കയറി ഇറങ്ങും, ജയിൽവാസം, ഇതൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരാണ് ഈ ഒരു പ്ലാനിങ് നടത്തുന്നത് സൂക്ഷിക്കുക. 2024 നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നുണ്ട്, ശ്രദ്ധിക്കുക. സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, ലീബ്ര, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Libra, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Aries, Cancer, Pisces, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻ കണ്ടത്. അപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക, സൂക്ഷിച്ച് പെരുമാറുക. സർപ്പത്തിനെയും കാണിക്കുന്നുണ്ട്, വിഷമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഫൈനൽ റീഡിങ് ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അവർക്കുള്ള ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത് നമ്മൾ. ഭവാനി. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ
ഇത്രയും കാർഡ് വന്നു, ഞാൻ എടുക്കുകയാണല്ല. അപ്പോൾ സ്നേക്ക് പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. അപ്പോൾ നിങ്ങളുടെ ത്രോട്ട് ചക്ര ക്ലെൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ സ്വന്തം കാര്യം, ഭക്ഷണക്കാര്യം, ശുചിത്വം, നിങ്ങളുടെ ഹെൽത്ത്, ഇതൊന്നും നിങ്ങളുടെ ഫാമിലി, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഫാമിലിയിൽ നിന്ന് ഞാനായിട്ട് പറഞ്ഞതാണ്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം കാര്യം, ശുചിത്വം, നമ്മളുടെ ഭക്ഷണക്രമം, നമ്മളുടെ ഉറക്കം, നമ്മളുടെ ഡയറ്റ്, നമ്മളുടെ എക്സസൈസ്, ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. ഒരു ബ്രേക്ക് എടുക്കുക. നിങ്ങളിപ്പോൾ എത്ര ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിലാണെങ്കിലും ഒരു ബ്രേക്ക് എടുത്തത് സെൽഫ് കെയർ ചെയ്യണം. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പോട്ടുള്ളതിന് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. പിന്നെ മൗണ്ടൻസ്, പ്രശ്നങ്ങൾ വരും നമ്മുടെ ലൈഫിൽ. ആരുടെ ലൈഫിലാണ് പ്രശ്നമില്ലാത്തത്? പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് എതിരിടുക. ഒരു കുലുക്കവും പാടില്ല എന്നാണ് പറയുന്നത്. കുലുക്കമില്ലാതെ പ്രശ്നങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുക. പുറത്തേക്ക് ഒളിച്ചോടുകയല്ല വേണ്ട പ്രശ്നങ്ങളിൽ. അത് നേരെ നിന്ന് ഫേസ് ചെയ്ത് അതിനെ എതിർക്കുക എന്നാണ് പറയുന്നത്. പിന്നെ എംബ്രേസ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇതിനകത്ത് നിങ്ങളുടെ സോൾമേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്പൗസ് അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് എടുക്കാം, അവരുടെ അഡ്വൈസ് നമുക്ക് എടുക്കാം, അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചിലർക്ക് അവൾക്ക് എന്ത് വിവരം ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഭർത്താവിനെ പുച്ഛമായിരിക്കും. അങ്ങനെ പാടില്ല. അവരുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുക, ഇതാണ് പറയുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും അറിവുകളുണ്ട്, പക്ഷെ നമ്മൾക്ക് ഉള്ള അറിവുകൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല, അവർക്കുള്ള അറിവുകൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ടത് എടുക്കുക, വേണ്ടതൊക്കെ എടുക്കണ്ട. പക്ഷേ വേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അറിവുകളുണ്ട്. എത്ര നമുക്ക് അറിവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ പഠിപ്പിക്കാനുണ്ടാവുമായിരിക്കും കേട്ടോ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പവറാണ്. റെസ്പെക്ടിങ് ദ പവർ ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഇല്യൂഷൻ ആൻഡ് ഈഗോ. അപ്പം നിങ്ങളുടെ ഇല്യൂഷൻ, അഹങ്കാരത്തിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ചങ്ങലകളിൽ വിടിവിച്ച് ആക്കാൻ, സ്പിരിച്വൽ ഗ്രോത്തിനും വിസ്ഡത്തിനും വേണ്ടി അതെല്ലാം പൊട്ടിച്ചെറിയേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഫൈനലി ഡിലേസ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ഇപ്പോൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കാര്യത്തിൻ്റെ റൈറ്റ് ടൈം അല്ല. അത് തുടങ്ങിയാലും ഇപ്പോൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരിക്കുള്ള സമയമാകുമ്പോൾ ചെയ്യുക. ഇപ്പം ആയിട്ടില്ല എന്നത് ആവുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും, തന്നെ തോന്നും ഇപ്പം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊരു കൺഫ്യൂഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ആയിട്ടില്ല എന്ന് പറയുന്നത്. പുതിയതായിട്ടൊന്നും തുടങ്ങാൻ പാടില്ല. പിന്നെ അതുപോലെ ആർഗ്യുമെൻസിൻ്റെ, വാഗ്വാദങ്ങളിലൊന്നും ചെന്ന് പെടരുതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ജിപ്സി ഓറക്കിൾസ് എന്താണ് പറയുന്നത് നോക്കാം. ഈ പ്രീസ്റ്റ് കുറച്ച് നാളായിട്ട് ഞാൻ എടുക്കുന്ന റീഡിങ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് പിടുത്തം കിട്ടിയില്ല. റിലീജിയസ് ലീഡറാണ്, ഒരു പ്രീസ്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുമ്പസാരിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടെങ്കിൽ സ്പിരിച്വലായ ആരോടെങ്കിലും, റിലീജിയസ് ആയ പള്ളിയിലെ അച്ഛനോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാം. നിങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് തല പിടിച്ച് തലയെ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യില്ലേ, അതൊക്കെ നല്ലതാണ്. അപ്പോൾ മനസ്സിലായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രീസ്റ്റ് നമുക്ക് എന്താണ്, നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം, അതനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് എങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈ 2024 നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുന്നുണ്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഫൈനൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിശുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം വിട്ടുകൊടുക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ
എന്തെങ്കിലുമൊക്കെ സീക്രട്സ് സൂക്ഷിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്, സ്കേസിറ്റി, ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പിടിച്ചാണ് കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കുന്നത്, സംസാരിക്കുന്നത്, എന്തുമാവാം. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന്? 4 ഓഫ് പെൻറ്റക്കിൾസിന് 4 ഓഫ് കപ്സും ഹെർമിറ്റുമാണ് കാണിക്കുന്നത്. അപ്പോൾ 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ഷൻ ആണ്, അവോയ്ഡൻസ്, അല്ലെങ്കിൽ ഒരു നമ്പർ 4 എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു പക്ഷേ ഇതിന് വേറൊരു ആ സ്റ്റെബിലിറ്റി ഒരു സൈഡിൽ, വേറൊരു എന്ന് വെച്ചാൽ നിങ്ങളൊരു ഒന്നും വിട്ടു പറയുന്നില്ല, എന്തോ വളരെ സീക്രട്ടായ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ വഴികാട്ടിയെന്നും ആവാം, നല്ലോണം നുണ പറയുന്ന ആളുമെന്നാവാം. മനസ്സിലായോ? ഈ ഹെർമിറ്റ് ഇത് വെർഗോ സോഡിയാക് സൈനാണ്. അപ്പോൾ വെർഗോ സോഡിയാക് സൈനിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് വേറെ സോഡിയാക്സിൻ്റെ വരുമ്പോൾ അങ്ങനെയുള്ളവർ കുറേ നുണ പറയും. നുണ പറയുകയും ചെയ്യും. അവർ ഭയങ്കര ഇല്യൂഷനാണ്. അവർ വിശ്വസിക്കും, അവർ ഇല്ലാത്ത കാര്യങ്ങൾ കാണും. അങ്ങനെ സോഡിയാക് സൈനിൽ മെയിലിഫിക് ക്യാരക്ടേഴ്സ് സോഡിയാക്സ് ഉള്ളവർ, പ്ലാനറ്റ്സ് ഉള്ളവർ, അവർ ഇല്ലാത്ത കാര്യങ്ങൾ കാണും. ചെകുത്താനെ കണ്ടു, ഡ്രാക്കുളയെ കണ്ടു, പിന്നെ ഏലിയൻസ് വരുന്നു. ഇതൊക്കെ അവരുടെ ഇമാജിനേഷൻസിൽ വരും. ഇത് നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാളാണോ? അപ്പോൾ ഇല്യൂഷൻസ്, ഈ സീക്രട്സ് നിങ്ങളുടെ മനസ്സിൽ കുറേ ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് നുണ പറയുന്നുണ്ട് മറ്റുള്ളവരോട്. അതാണ് നിങ്ങളുടെ എനർജി. നുണ പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും കടം ചോദിക്കുമ്പോൾ പൈസ ഉണ്ടെങ്കിലും അയ്യോ എനിക്ക് എൻ്റെ അടുത്ത് തൊട്ട് പൈസ ഇല്ലയെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളോട് പൈസ ചോദിക്കുന്നവർ, നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നവരെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതെന്താ പരിപാടി? അപ്പോൾ നിങ്ങൾ ഒരു പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്, അതും ഒരു കാര്യമാണ് ഇവിടെ. ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ജൂലൈ 2024 എന്തെങ്കിലും ലൈഫ് ചേഞ്ചിങ് ആയ കാര്യങ്ങൾ വരുന്നുണ്ടോ? യെസ്, മേ ബി യെസ്. നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ചേഞ്ചിങ് ആയ ജൂലൈ 24 ലൈഫ് ചേഞ്ചിങ് ആയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഭയങ്കര സെൽഫ് ഇൻ്റലിജൻ്റ് ആണ് കേട്ടോ. പക്ഷേ ചില സമയത്ത് നിങ്ങൾക്കൊരു ഗിൽറ്റി കോൺഷ്യസ് വരും. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങൾ ആലോചിക്കും, അത് ശരിയായോ, ഇത് ശരിയായോ എന്നൊക്കെ. നിങ്ങൾക്ക് ചില കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സത്യാന്വേഷി എന്നാണ് അർത്ഥം, സത്യം കാണാൻ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു സത്യാന്വേഷി ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാവും സിറ്റുവേഷൻ. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നിങ്ങൾക്ക് 2 ക്യാരക്ടർ ഉണ്ട്. ഒരു സൈഡിൽ നിങ്ങൾ ഒളിച്ച് കളിക്കുന്ന ഒരാൾ, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് 2 ഡ്വൽ പേഴ്സണാലിറ്റി പോലെ മറ്റേ സൈഡിൽ. അപ്പം നിങ്ങൾക്ക് 2 മുഖങ്ങളുണ്ട്. ഒരു മുഖം മാത്രമേ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുള്ളൂ. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഒന്നും പറയില്ല, ഞാൻ ഹരിശ്ചന്ദ്രനാണെന്ന് കാണിക്കും. ഒരു വഴിക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിതം ജീവിക്കുന്ന ഒരാൾ. അതൊരു പണിയാണ്. അപ്പോൾ ഇവിടെ എന്തോ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ട്. ജൂലൈ 2024 നിങ്ങൾ എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വളരെ നാളത്തുള്ള ആഗ്രഹമാണ് ഈ മാനിഫെസ്റ്റേഷൻ. അതാണ് നടത്തിയെടുക്കാൻ നിങ്ങൾ നോക്കുന്നത്. ഞാൻ ഇവിടെ കാർഡ്സ് ഒക്കെ എല്ലാം നെഗറ്റീവ് ആണോ എന്ന് നോക്കിയത് അല്ല. അപ്പോൾ ഇവിടെ പക്ഷെ നിങ്ങളൊരു ഇല്യൂഷണറി വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ എൻജോയ് ചെയ്യണ സിറ്റുവേഷൻ. മനസ്സിലാവുണ്ടോ? പക്ഷേ ഇവിടെ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഭയങ്കര ട്രിക്കി, വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത്. കിങ് ഓഫ് സ്വേർഡ്സ് സത്യാന്വേഷിയാണ്. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ സത്യാന്വേഷി. മനസ്സിലായി? ഇത് ഒരു ദൈവത്തിൻ്റെയും ചെകുത്താൻ്റെയും സ്വഭാവം. നിങ്ങൾക്ക് 2 സ്വഭാവമുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഫൂളാക്കാൻ നോക്കുന്നുണ്ട്. സീക്രട്ടായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ, ആർക്കും അറിയില്ല. അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്ത് കാര്യം? ഫാദർ ഓഫ് കപ്സ്. ഒരു റിലേഷൻഷിപ്പാണോ നിങ്ങൾ നോക്കുന്നത്? ആരെയോ ട്രാപ്പ് ചെയ്യാനാണോ നിങ്ങൾ നോക്കുന്നത്?
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്തിട്ട് ആരോ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് പ്രീസ്റ്റിനെ ഇവിടെ കണ്ടത്. കാരണം ഇതൊരു ഡെവിളിഷ് എനർജി പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പോലത്തെ ഒരാളാണ് ഇവിടെ കാണുന്നത്. കള്ളത്തരം ഇഷ്ടം പോലെയുള്ള, മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന, പുറമേ മുഖം മൂടിയിട്ട് അഭിനയിക്കുന്ന, വളരെ ഹരിശ്ചന്ദ്രയാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന, ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു എനർജിയാണത്. അപ്പോൾ നിങ്ങൾ ആരെയോ നിങ്ങളുടെ ഈ നല്ല സൈഡ് മാത്രം കാണിച്ചിട്ട് ആരെയോ ട്രാപ്പ് ചെയ്യാൻ, ചിലപ്പോൾ നിങ്ങളുടെ ഈ നല്ല സൈഡ് മാത്രമേ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. മനസ്സിലാവും. നിങ്ങളുടെ ഒരു ചീത്ത സൈഡുള്ള കാര്യം നിങ്ങൾ മനഃപൂർവ്വം അത് അടച്ചു വെച്ചേക്കുമായിരിക്കും. നോക്കാം നമുക്ക് എന്താണ് 2024 നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നത് എന്താണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ജൂലൈ 2024 എന്താണ് നടക്കാൻ പോകുന്നത് ഭഗവാനെ. ഇത്രയും കാർഡ് എടുത്ത ശരിയാവും. സോറി, കുറച്ച് കാർഡ്, ഒരു 3 കാർഡ് 4 കാർഡ് തന്നാണ് ഭഗവാനെ. ഇതിന് കൂടുതലാണ്, എനിക്കത് കുറച്ചെടുത്ത് പ്ലീസ്. പോട്ടെ, എന്തായാലും ഇത് കാണേണ്ടതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പിന്നെയും തരുന്നത്. എടുത്തേക്കാം. ഓക്കെ, ഞാൻ എടുക്കുന്നുണ്ട് എല്ലാ കാര്യം. അപ്പോൾ ഇവിടെ സൺ കാർഡ് കാണിക്കുന്നുണ്ട്. ലിയോ സോഡിയാക് സൈനാണ്. അത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി ജൂലൈ 2024 ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആവാം, അതല്ലെങ്കിൽ ഒരു ചക്രവർത്തിനിയാണ്. ഇവിടെ പക്ഷേ ചക്രവർത്തി കണ്ടില്ല, ഒരു ഫൂൾ. നിങ്ങൾ ആരെയാണ് ഫൂളാക്കാൻ നോക്കുന്നത്? ഒരു ചക്രവർത്തിനിയാണ് നിങ്ങൾ ഫൂളാക്കാൻ നോക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കാം, ഇവിടെ ഹാപ്പിനെസ് കാണിക്കുന്നില്ല, ഇവിടെ മൈൻഡ് ഗെയിംസ് കാണിക്കുന്നുണ്ട് കേട്ടോ. കാർഡ്സ് ഞാൻ ഓരോന്നിൻ്റെ മീനിങ് പറയുകയാണ്. ഇവിടെ ചക്രവർത്തിനെ പോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവർ അൺമാരീഡ് ആണ്, പക്ഷെ ഇവർ മാരീഡ് ആണ്, പിള്ളേരുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് വരുന്നുണ്ട്. ഹെർമിറ്റ് പിന്നെയും വരുന്നതുണ്ടോ. അപ്പോൾ സാജിറ്റേറിയൻസ് ഒരു ബാലൻസ് കൊണ്ടുവരാൻ ലൈഫ് ചേഞ്ചിങ് ഇതേ വരുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. ഇത് പ്രശ്നമാകും കേട്ടോ. നിങ്ങളൊരു സ്പിരിച്വലായ ആരെങ്കിലും ആണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇവിടെ കുറച്ച് മൈൻഡ് ഗെയിംസ് കാണിക്കുന്നുണ്ട്. ഭയങ്കര അൺഡിസൈഡഡ് ആണ്. 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഹാപ്പിനെസ് ഉണ്ടാവില്ല. നിങ്ങൾ ഇവരെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ മനസ്സ് മുഴുവൻ നെഗറ്റീവ് തോട്ട്സ് ആണ്. നിങ്ങൾ വെറുതെ എന്ന് വെച്ചാൽ ഇവിടെ ഒബ്സസ്ഡ് ആവുകയാണ് നിങ്ങൾ കയറിയിട്ട് ഈ 2024. പക്ഷേ ഇതൊരു ബാക്ക് ഫയർ ചെയ്യും ഈ സിറ്റുവേഷൻ. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യമാണ്. ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും നിങ്ങൾക്ക്. 10 ഓഫ് കപ്സ് കിട്ടില്ല. ഇവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. നിങ്ങൾ ഒബ്സസ്ഡ് ആയിട്ട് ഒരാളുടെ പുറകെ പോവാണ് 2024. പക്ഷേ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇറങ്ങി പോകേണ്ടി വരും. കാരണം അവരുടെ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്നും അറിയാതെയാണ് ഒരാളുടെ പുറകെ വെച്ച് പിടിക്കാൻ പോകുന്നത്. മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട എനിക്കിത് കണ്ടപ്പോൾ ബിജുമേനോൻ മറ്റേ ആ കുട്ടിയുടെ പുറകെ നടക്കില്ല സിനിമയിൽ, വെള്ളിമുങ്ങയിൽ, അതാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ബിജുമേനൻ ആ കുട്ടിയെ കിട്ടി. ഇവിടെ അവർക്കും ഒരു മകളുണ്ട്. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വരും. നിങ്ങൾ കല്യാണാലോചനയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പള്ളിയിലച്ഛനെ എല്ലാം പറഞ്ഞിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരു 10 ഓഫ് കപ്സ് നിങ്ങൾക്ക് എംപ്രസ് വഴി നിങ്ങൾക്കൊരു 10 ഓഫ് കപ്സ് കിട്ടുന്നില്ല. പക്ഷേ അവരുടെ മകൾ വഴി നിങ്ങൾക്കൊരു 10 ഓഫ് കപ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മകൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ, അതാണ് പ്രശ്നം. ഇത് വെള്ളിമൂങ്ങ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ലൈഫ് ചേഞ്ചിങ് ആണ് നിങ്ങളുടെ കേട്ടോ. ഇതോടുകൂടി നിങ്ങളുടെ ലൈഫ് മാറും. കാരണം നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എന്താ പറയുക, കള്ളി വെളിച്ചത്താവെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വൈഫായിരിക്കാം അല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡ് ആയിരിക്കാം ഈ എംപ്രസ്. അപ്പോൾ എംപ്രസിനെ ഒളിച്ചിട്ട് ഫൂളാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ വേറൊരാളുടെ പുറകെ പോകാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളും ഈ കിങ് ഓഫ് വാൻസുമായിട്ട് ഫേസ് ടു ഫേസ് വരും ഈ 2024. കൺഫ്രണ്ട് ചെയ്ത് ഇതൊന്നുമില്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ, അല്ലെങ്കിൽ ഇത് ആ കുട്ടിയുടെ ഹസ്ബൻഡ്. നിങ്ങൾ സിംഗിൾ എനർജിയാണെന്ന് പറഞ്ഞ് പോകുന്നത് ഓൾറെഡി മാരീഡ് ആയ ഒരാളുടെ പുറകെയാണ്. നിങ്ങൾ ഒരു നൈറ്റാണ്.
ഈ കപ്പും കൊണ്ട് നേരെ ചെന്ന് കയറാൻ പോകുന്ന അവരുടെ ഫാമിലി, ചിലപ്പോൾ അവർ ആ പെൺകുട്ടിയുടെ ചേട്ടനായിരിക്കാം. അപ്പോൾ അവർ സമ്മതിക്കണം എന്നില്ല ഇതിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് സിറ്റുവേഷനാണ്, ഒരു സെലിബ്രേഷൻ സമയത്താണ്. അപ്പോൾ നിങ്ങൾ ഈ മാസം എന്തോ ഒരു സെലിബ്രേഷനൊക്കെ നടക്കാം. ചിലപ്പോൾ നിങ്ങളൊരു വിവാഹത്തിൻ്റെ ഇടയിലായിരിക്കും ഇതിനെ കാണാൻ പോകുന്നത് ഈ കുട്ടിയെ. എന്തായാലും നിങ്ങൾ ഈ കുട്ടിയുടെ പുറകെ പോകാൻ പോകുന്നുണ്ട്. ഈ കുട്ടിക്ക് ഓഫറൊക്കെ കൊടുക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ കുറേ ഒരു ബാലൻസ് കൊണ്ടുവരാനൊക്കെ നോക്കും നിങ്ങൾ. പക്ഷേ ലൈഫ് ചേഞ്ച് ആവും നിങ്ങളുടെ ഈ മാസം. ഇത് പക്ഷെ നിങ്ങളൊരു ഗോസിപ്പിൻ്റെ ഇതായിട്ട് വരും. ഗോസിപ്പ് മീൻസ് എന്താ പറയുക, ഗോസിപ്പിന് പാത്രമാവും. ഇത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറയില്ലേ, അതുപോലെയാവും. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഹാപ്പി അല്ല. പക്ഷേ അത് നിങ്ങൾ നുണ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയുടെ പുറകെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആൺകുട്ടി എന്താ സിറ്റുവേഷനിൽ എടുക്കുക, നുണ പറഞ്ഞിട്ടാണ്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് ഈ പേഴ്സണോട്? അത് ചതിയല്ലേ? ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്ക് വരുന്നുണ്ട്. ഈ പേഴ്സൺ തിരിച്ചറിയും ഹാർട്ട് ബ്രേക്ക്. നിങ്ങൾ എന്ത് ഓഫർ, ഈ പേഴ്സൺ അറിയും അത് ഈ മാസം. ഇതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ്. ഈ പേഴ്സൺ അറിയും അത്. അതൊരു ഹാർട്ട് ബ്രേക്കിലേക്ക് പോകും. നിങ്ങൾ ഈ പേഴ്സണെ എന്താ പറയുക, മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും, മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ നിങ്ങൾക്ക് പിന്നെ ഈ പേഴ്സൻ്റെ ബ്രദറാണോ ഇത്, അതോ ഹസ്ബൻഡാണോ, അതോ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോ, ഈ പേഴ്സണെ ഫേസ് ചെയ്യേണ്ടി വരും ഈ മാസം. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. ഇത് വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. നിങ്ങളൊരു പ്ലെയറാണ്. ഇത് കണ്ടോ, 5 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളാണ്. ഇത് കുളമാണ്. ഓ, ഇങ്ങനെയൊക്കെ ലൈഫ് മാറുമോ? ഒരു സിനിമ കഥ പോലെ ആയിപ്പോയല്ലോ. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരാളാണോ? ഇത് നിങ്ങളുടെ എനർജിയാണ്. നമ്മൾ നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആണ് ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പുറകെ ആരെങ്കിലും നടക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ഇത് എൻ്റെ സിറ്റുവേഷൻ അല്ല, പേഴ്സൺ ആണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അറിയില്ല. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരാൾ വന്ന് കയറാൻ പോകുന്നുണ്ടാവും, നിങ്ങൾ പുറകെ നടക്കുന്നുണ്ടാവും. ചിലർ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ പുറകെ നടക്കും. വെറുതെ വൈഫിനെ കുറിച്ച് സിമ്പതി ഇട്ടൊക്കെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചീത്തയാണ്, ഭയങ്കര ദുരിതമാണ്, എന്നെ എപ്പോഴും ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കഥകൾ ഉണ്ടാക്കും. മനസ്സിലായോ? അത് എന്തിനു വേണ്ടിയെന്നറിയോ? എന്തെങ്കിലും വെളിച്ചത്താവുന്ന കള്ളങ്ങൾ പറയുന്ന എന്തിനാന്ന് മനസ്സിലാവാറില്ല. ഇവിടെ ഒരു കൺഫെഷൻ്റെ കാര്യം ആണെന്ന് തോന്നുന്നത്. ഈ കാർഡ് വന്നത് കൺഫെഷനാണ്. മനസ്സിലായോ? അവസാനം നിങ്ങൾ കൺഫെസ് ചെയ്യേണ്ടത്. എല്ലാവരും അറിയും ഈ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ വീട്ടുകാരും എല്ലാം അറിയും. ഒളിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം പുറത്ത് വരും, എല്ലാം ബാലൻസ് ചെയ്ത് വരും. മനസ്സിലാവുണ്ടോ? അതാണ്, എല്ലാം ബാലൻസ് ചെയ്ത് വരും, എല്ലാം പുറത്ത് വരും. ഈ മാസമാണ് വരാൻ പോകുന്നത്, 2024 ജൂലൈയിൽ 31-നുള്ളിൽ കേട്ടോ. ഈ കുട്ടി ഹേർട്ടാവും, നിങ്ങൾ നുണ പറഞ്ഞതാണെന്ന് മനസ്സിലാവും. നിങ്ങൾ ട്രാപ്പ് ചെയ്യാൻ നോക്കി, ഇമോഷണലി ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ പെൺകുട്ടിയെ ആൺകുട്ടി ആരെങ്കിലും ആവട്ടെ. പക്ഷേ നിങ്ങൾ കുറച്ച് മെച്ചൂർഡായ പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് ഒരു നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക്കായ, ഒരു വീണ്ടും വിചാരമില്ലാത്ത, വളരെ ചപലമായ സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ ആ പേഴ്സൺ നോക്ക്, രണ്ടുപേരും കൺഫ്രണ്ട് ചെയ്യുന്നു. ഇത് ആരാണ്? പെൺകുട്ടിയുടെ ബ്രദറാണോ, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോ, ഒന്നും അറിയില്ല. ഇത് പെണ്ണാവാം എന്ന് വെച്ചാൽ എനർജിയാണ് ഞാൻ പറയുന്നത്. ഒരു മെയിൽ എനർജിയാണ് ഇവിടെ. 2 മെയിൽ എനർജീസ് ഫേസ് ടു ഫേസ് അവസാനം വരുന്നുണ്ട്. അത് 24-ലാണ് വരാൻ, ഈ ജൂലൈ മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആരാണോ ചെയ്യുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെ 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നപ്പോൾ ഒരു ടെൻഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ 8 ഓഫ് സ്വേർഡ്സ് വന്നിരിക്കുന്നുണ്ട്. ഇത് നെഗറ്റീവ് തോട്ട്സ് ആണ്. ഇത് ഒരു ട്രാപ്പ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളെ ട്രാപ്പ് ചെയ്ത് നിങ്ങളെ ഈ ഫേസ് ടു ഫേസ് കൊണ്ടു നിർത്തും. മനസ്സിലാവുണ്ടോ? ഇതൊരു പണിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് തരാൻ പോകുന്നത് യൂണിവേഴ്സ്? ഇതൊരു വല്ലാതെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പരിപാടിയായി പോയി. നമ്മൾ വിവാഹം കഴിച്ച് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ എന്തിനാണ് നുണ പറയുന്നത്? സത്യം തുറന്ന് പറഞ്ഞേക്കുക. കാരണം അവർക്ക് വലിയ ഹാർട്ട് ബ്രേക്കാണ് വരുന്നത്. നിങ്ങൾ ചെന്ന് കയറുന്ന റിലേഷൻഷിപ്പിലെ ആൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പോയില്ലേ?
നിങ്ങൾക്ക് അവർക്ക് ഒരു ലൈഫ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ തമാശയ്ക്കാണ് ചെന്ന് കയറുന്നത്, അവർ സീരിയസ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഒരാളെ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല. പക്ഷെ അവിടെ ഒരു വലിയ ഹാർട്ട് ബ്രേക്ക് ആണ് നടക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണിത്. ഇത്രയും കാർഡ്സൊക്കെ വീണോ? ഇത് രണ്ടുമാണ് പറഞ്ഞത്, ഇതെടുക്കാം. ഇത് രണ്ടുമാണ് പറഞ്ഞത്. 3 of Pentacles 5 of Pentacles. 5 of Pentacles എന്ന് പറഞ്ഞാൽ 5 of Pentacles ആണ് അബാൻഡൻ ചെയ്യാന്നാണ് സിറ്റുവേഷൻ കേട്ടോ. ഇത് 3 of Pentacles ആണ് ടീം വർക്ക് ആണ്, കൊളാബറേഷൻ, ലേണിംഗ്, ഇംപ്ലിമെന്റേഷൻ, ബിൽഡിംഗ് സംതിങ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു ഇവിടെ ഒരു 3 of Cups കണ്ടില്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണിത് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗോസിപ്പിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവരാണ് നിങ്ങളെ എന്താ പറയുക കള്ളി വെളിച്ചത്താക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളിത് അബാൻഡൻ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കള്ളി വെളിച്ചത്താക്കും. കാരണം അവർക്ക് സ്റ്റോറി മുഴുവൻ അറിയാം, നിങ്ങളുടെ കാര്യം അറിയാം. കാരണം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ 5 of Swords കണ്ടത്. 5 of Swords എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചും, മനസ്സിലായോ? ഇതുണ്ടോ ആൾക്കാർ, ഇയാളുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചില പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ തമാശയ്ക്ക് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അയാൾ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു, അയാൾ ഐ ലവ് യു പറഞ്ഞു എന്ന് വെച്ചാൽ പുച്ഛമാണ് അയാളോട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണിത്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്കാണ് കാണിക്കുന്നത്. കൊള്ളില്ലാത്ത ക്യാരക്ടറാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാം. പക്ഷെ ഒരു സമയത്ത് ഫ്രണ്ട്സിന് മതിയാവും, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ തിരിഞ്ഞു കുത്താൻ തുടങ്ങും. അതിപ്പോൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെ സൂക്ഷിക്കുക. കാരണം അവർ നിങ്ങളുടെ സീക്രട്ട് സൂക്ഷിപ്പുകാരാണ്. അവർ നിങ്ങൾക്ക് പാര വയ്ക്കും. അതിനു മുമ്പേ നിങ്ങൾ ഈ സിറ്റുവേഷൻ അബാൻഡൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഈ മാസം വേണ്ടാന്ന് വെക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അതേ ഉള്ളൂ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കേട്ടോ. ഇതൊരു വല്ലാത്ത റീഡിങ് ആയിപ്പോയി. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ. അത് ഇത്രയും കാർഡ് വീണപ്പോഴേ ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ അവിയൽ പരുവാണെന്ന് എനിക്ക് അറിയായിരുന്നു. അതാണ് ഞാൻ എടുക്കാതെ ഇരുന്നത്. എന്തായാലും ഓക്കെ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇതാണ് കോമഡി ആയിപ്പോയി. നമുക്ക് ഫേസ് ടു ഫേസ് വരുന്നതുണ്ടോ? ആരും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളെക്കാളും കുറച്ച് മെച്യൂർഡായ ഒരാൾ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കേട്ടോ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, സാജിറ്റേറിയസ്, വെർഗോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഈ വെർഗോ എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെർഗോസ് പൊതുവെ അവരുടെ സ്വഭാവം വളരെ നല്ലതാണ്. പക്ഷെ അവരുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് പ്ലാനറ്റ്സ് കയറും അവരുടെ ചാർട്ടിൽ. അപ്പോഴാണ് അവർ ഈ കള്ളത്തറ അല്ലെങ്കിൽ വഴികാട്ടികളാണ്, ജ്ഞാനികളാണ്. പക്ഷേ വളരെ അറിവുള്ളവർ വഴിതെറ്റുമ്പോൾ അത് വലിയൊരു വഴിതെറ്റലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വെർഗോ എന്ന് പറഞ്ഞത്. ഇത് വെർഗോയുടെ സോഡിയാക് സൈനാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, ലിബ്ര, ലിയോ, അക്വേറിയസ്, ഏരീസ്. Aquarius, Libra, Gemini. Cancer, Pisces, Scorpio. Aquarius, Libra, Gemini. Aries, Leo, Sagittarius. Aquarius, Aries. 2 പ്രാവശ്യം ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയോ ഫുള്ളാക്കാനും നോക്കുന്നുണ്ട്. Aquarius, Libra, Gemini. Cancer, Pisces, Scorpio. Aquarius, Libra, Gemini. Taurus, Virgo, Capricorn. Aquarius, Libra, Gemini. Virgo. Virgo ഭയങ്കര സ്ട്രോങ് ആണ്. Cancer, Pisces, Scorpio. Taurus, Virgo, Capricorn. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിംഗ്. ലാസ്റ്റ് റീഡിങ് ആരുടെ റീഡിംഗ് ആണെന്ന് എനിക്കറിയില്ല. വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസാണത്. അതുകൊണ്ടാണ് ഇവിടെ പ്രീസ്റ്റിനെ കാണിച്ചത്, പള്ളി അച്ഛൻ, മനസ്സിലായോ? അപ്പോൾ കുംഭസാരമാണെന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. തെറ്റുകൾ ചെയ്യുന്ന ആരോ ഒരാൾ. ഓക്കെ ഫൈൻ. അച്ഛനോട് ഒന്ന് കുംഭസാരിക്കേണ്ടി വരും, ഏറ്റു പറയേണ്ടി വരും തെറ്റുകൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഫൈനൽ റീഡിംഗ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാകാം. ഈ സന്തോഷവും സമാധാനവും ദൈവം തരണം അല്ലേ? അപ്പോൾ ദൈവത്തിന് അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനി വേറൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. ബൈ ബൈ.